ഹലോ മുരേഷ് ചാനലിലേക്ക്. ഇവിടെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാതിരുന്നത്, എന്നാലിപ്പോൾ നമ്മുടെ അബ്ദുള്ള കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു വീഡിയോ കാണാൻ സാധ്യതയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. ആദ്യം, കേരളത്തിൽ വളരെയേറെ പാർട്ടിയോട്, അതായത് ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കണമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, മറ്റൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ആദ്യം പത്രസമ്മേളനമാണെന്ന് തോന്നുന്നു, ഒന്ന് കേൾപ്പിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പോരാട്ടമല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനത്തിലൊരു പ്രശ്നമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല. കാരണം അവിടെ ആളുടെ പേര് കാണിച്ച് താമര എന്നുള്ള ചിഹ്നവും കാണിച്ചാൽ മതി, വോട്ട് വന്ന് വീണോളും, എല്ലാം ക്ലീൻ ആയിക്കോളും, ഒരു പ്രശ്നമില്ല എന്നുള്ള പുള്ളി പറഞ്ഞു. പക്ഷെ കേരളത്തിൽ ഇച്ചിരി പ്രശ്നമാണെന്ന് പറയും. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസവും വിവരവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ളവരാണ് കേരളത്തിലുള്ളത്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ പ്രശ്നമാണെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കുക. കാരണം മറ്റൊരു പുതിയൊരു തന്ത്രം ഇറക്കിയിട്ടുണ്ട്, അത് ആദ്യം ഒന്ന് കേൾക്കാം. ഡിസംബർ 9 പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വളരെ ഗൗരവതരമായ ദേശീയ, സംസ്ഥാന, പ്രാദേശിക രാഷ്ട്രീയവുമെല്ലാം ഇവിടെ കേരളത്തിൽ സജീവമായി ചർച്ചയാകും. ഇന്ന് നമ്മുടെ രാജ്യം ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. അർബൻ ടെററിസ്റ്റുകൾ അവരുടെ ഗൂഢാലോചനയിൽ നമ്മുടെ ദില്ലി നഗരത്തിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ടുള്ള വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വളരെ ഉത്കണ്ഠയിലാണ്, വളരെ ഭയപ്പാടിലാണ്. ഇതിനെതിരെ അതിശക്തമായ വികാരം രാജ്യത്തെമ്പാടുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമിയാണ്, അത് സലഫി എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ്. അപ്പം അവിടെ വിഷയം അതാണ്. അപ്പൊ ആരാണ് ഈ അർബൻ തീവ്രവാദികൾ എന്ന് പറയുന്നത്? ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, രണ്ട് സലഫി ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പൊ ഇവിടെ വളരെയേറെ പാടുപെടുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഈ കുട്ടിയോട്, ഏത് കുട്ടിയെന്ന് അറിയില്ല, ചാണകക്കുട്ടിയോ, അപ്പൊ കുട്ടിയോടൊന്ന് ചോദിക്കാനുള്ളത്, ഈ ടെററിസ്റ്റുകളെയും തീവ്രവാദികളെയൊക്കെ നമുക്ക് കാണാൻ ഇവിടെ നടക്കുന്ന ഈ സ്ഫോടനങ്ങൾ കാരണങ്ങൾ എന്തിനാണ് അർബനിലും മറ്റേ യുക്രൈനിലും അവിടെ ഇവിടെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? നമുക്കിവിടെ ഈ ഗുജറാത്ത് ഒന്ന് പിന്നോട്ടൊന്ന് നടന്നു നോക്ക്. ഗുജറാത്ത് കണ്ടില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഡൽഹി കണ്ടില്ലേ? അതിന്റെ കഥകളൊക്കെ ഇനി മറിയും. അതിന് അല്പം വെയിറ്റ് ചെയ്താൽ മതി. അതുപോലെ മറ്റേ ഇവിടെ പിന്നെ നടന്നത്, നമ്മളെ ഗുജറാത്തിലൊന്ന് നടന്ന്, അതുപോലെ കാശ്മീരിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ അടുത്ത സമയം തന്നെ നടക്കുന്നുണ്ട്. പിന്നെ പുൽഗാമയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇവിടെ എന്താ മണിപ്പൂര്. അപ്പൊ ഇവിടെയൊക്കെ പോയാൽ പോരെ? യഥാർത്ഥ തീവ്രവാദികളെ കണ്ടൂടെ അബ്ദുള്ള കുട്ടി? എന്തിനാ നമ്മളിപ്പോ ഈ അർബനിലും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്? സ്വന്തം നാട്ടിൽ തന്നെ നമ്മള് അത് കണ്ടൊന്ന് പടി. എത്ര തീവ്രവാദി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്, എത്ര സ്വന്തം രാജ്യത്തെ മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ പറയുന്നത്? എന്തിനു വേണ്ടിയാ പറയുന്നത്? അപ്പൊ ഇനിയിപ്പൊ ആദ്യം ഒരു പുതിയൊരു അടവാണ് ഇറക്കിയിരിക്കുന്നത്. എന്താ? ജമാഅത്ത് ഇസ്ലാമിയും സലഫികളും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു കണക്കൂട്ടൽ എന്താണെന്ന് അറിയാമോ? അപ്പൊ ഇവിടെ ഇപ്പൊ ഈ സുന്നി സലഫികളും അതുപോലെ തന്നെ സമസ്ത ദക്ഷിണയൊക്കെ ആദർശപരമായിട്ട് കുറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിയും നടക്കും, കുഴപ്പമില്ല. അത് ആദർശത്തിന്റെ പേരിൽ നടക്കുന്ന ചർച്ചയാണ്. അപ്പൊ ഈ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ കണക്ക്, ഇസ്ലാം എന്തെന്നറിയാത്ത, മുസ്ലിം എന്തെന്നറിയാത്ത ഈ ചാണകക്കുട്ടിക്ക് അതുമായിട്ടങ്ങ് ഒരു ബന്ധവുമില്ല. ആദർശപരമായിട്ടുള്ള ചർച്ച നടക്കും. ചിലപ്പം അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സലഫികൾ ഉൾക്കൊള്ളും.
അതുപോലെ തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉൾക്കൊള്ളേണ്ട അവർ ഉൾക്കൊള്ളും, അത് വേറൊരു വിഷയമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇയാളിപ്പോ ഇതിനെ ഒരു മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഈ ജമാഅത്തിനെ സലഫികളെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് താറടിച്ച് കാണിക്കുമ്പോൾ സമസ്തയുടെയും ദക്ഷിണയൊക്കെ ആൾക്കാർ ഇയാളെ നോക്കി കൈയടിക്കും. അവര് നടക്കുന്ന വഴി പോലും നടക്കാൻ തനിക്ക് പറ്റൂല. അവര് നടക്കുന്ന വഴിയില്ലേ, അതിലേക്കൂടെ പോലും നടക്കാൻ തനിക്ക് പറ്റൂല. മനസ്സിലായില്ലേ? കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലായിടത്തും അടിച്ച് കളഞ്ഞ് അവസാനം വന്ന് വീണത് ഇവിടാണ്. അപ്പൊ അവര് നോക്കിയപ്പം പേര് കൊള്ളാം, അബ്ദുള്ള കുട്ടി. കിടക്കെട്ടെന്ന് പറഞ്ഞ് അവര് പിടിച്ചങ്ങിട്ട്, എന്നിട്ട് ആദ്യം കൊടുത്ത നല്ലൊരു ഡ്യൂട്ടി കൊടുത്തായിരുന്നു. എന്താ, ഈ ഇന്ത്യയുടെ തന്നെ ഈ ഹജ്ജ് ഗ്രൂപ്പിന്റെ ഒരു നല്ല ചാർജ് പുള്ളിക്ക് കൊടുത്ത്, അതിന്റെ പ്രധാനമന്ത്രി നോക്കിയപ്പം, ശ്രീ നരേന്ദ്രമോദി നോക്കിയപ്പം ആള് മുസ്ലിം ആണല്ലോ, അബ്ദുള്ള കുട്ടി എന്നാ പേര്, കോഴിക്കോടുകാരനൊക്കെ തന്നെ. അപ്പം ഇയാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ചെയ്യും, മുസ്ലിങ്ങൾക്കൊക്കെ വളരെ സ്നേഹമാവും, കാര്യമാവും. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നമുക്ക് കുറെ വോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹവും വിചാരിച്ചു പോയി. അത് അദ്ദേഹത്തിനെ പിടിച്ച് ചേർത്ത്. അപ്പൊ ആദ്യമായിട്ട് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി, പിന്നെ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി, എന്റെ ബാക്കിയുണ്ട്, ഇത് മൊത്തം അത് കേൾപ്പിക്കുന്ന പാടാണ്, നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ. അപ്പം ആ വ്യക്തി പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഹജ്ജ്, ഇന്ത്യയിലേക്ക് നമുക്ക് ഹജ്ജിന്റെ വിസ കൂട്ടാനായിട്ട് ഞാൻ ദുബായ് രാജാവിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ആരടുത്ത്? ദുബായ് രാജാവിന്റെ അടുത്ത്. ഈ മക്ക സ്ഥിതി ചെയ്യുന്നത് എവിടാണെന്ന് ഒരാൾക്ക് അറിയില്ല. ഏത് രാജ്യത്താ? അറബ് രാജ്യത്ത് എവിടെയാണ് മക്ക സ്ഥിതി ചെയ്യുന്നതെന്ന് അയാൾക്ക് അറിയില്ല. ഹജ്ജിന്റെ വലിയ നേതാവായിട്ട് മാറ്റി മറ്റൊരു വിചാരിച്ചതിന് അപ്പൊ ഇത് പറഞ്ഞപ്പം ദുബായ് രാജാവിനോട് വിസ കൂട്ടിത്തരാൻ ഞാൻ ഇങ്ങനെ അഭ്യർത്ഥിച്ചിരിക്കുന്നു, എന്തിനാണ് ഹജ്ജിന് പോകാൻ. ഇത് പറഞ്ഞപ്പം തന്നെ നമ്മളെ മോഡി ഗ്രൂപ്പൊക്കെ മനസ്സിലായി, ഇത് പിടിച്ചത് പുളിങ്കൊമ്പിലൊന്നും അല്ല, പിടിച്ചത് കപ്പത്തട്ടിലാണെന്ന്, മറ്റേ പപ്പായയുടെ തണ്ടിലാണെന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ കിടക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടേക്കുന്നയാ. അപ്പൊ ഈ മണ്ടത്തരങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഈ വ്യക്തി കയറി ഇരുന്നും കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ, അതുപോലെ തന്നെ പിന്നെ ഈ സലഫി പ്രസ്ഥാനത്തെയൊക്കെ, സുഹൃത്തെ നിങ്ങൾക്ക് എന്താണ് ഇസ്ലാം എന്ന് അറിയാമോ? അത് നിങ്ങൾ ആദ്യം പറ. അറിയില്ല എന്നുള്ളതിന്റെ വിവരക്കേട് തന്നെ നിങ്ങൾ അത് തെളിയിച്ചു കഴിഞ്ഞു. കാര്യം സൗദി അറേബ്യയിലാണ് ഹജ്ജ് ചെയ്യാൻ പോകുന്നത്, അവിടെയാണ് മക്ക മദീനയൊക്കെ സ്ഥിതി ചെയ്യുന്നതെന്ന് പോലുള്ള വിവരമില്ലാത്ത നിങ്ങൾ എന്ത് ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്? ഇസ്ലാം വേറെ, നിങ്ങൾ വേറെ. ഇസ്ലാമിനെ കുറിച്ച് പറയാനെന്നുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്ക് ഇല്ല. കാരണം നിങ്ങൾ ആദ്യം ഒരു മുസ്ലിം ആവണം. അങ്ങനെയാണെങ്കിൽ അതിന് ഒന്നേന്ന് ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലി വന്ന് അത് കഴിഞ്ഞിട്ട് പണ്ഡിതന്മാരടുത്ത് പോയി എന്താ ഇസ്ലാം എന്നൊക്കെ പഠിക്കണം. നിങ്ങൾക്ക് സൗകര്യമുള്ളടത്ത് പോയി പഠിക്കണം. അങ്ങനെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള യോഗ്യതയുള്ളൂ ഇസ്ലാമിനെ കുറിച്ച്. അല്ല, നിങ്ങൾ മുസ്ലിമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ഈ മദ്രസ പഠിക്കുന്ന കുട്ടികളടുത്ത്, 2ലും 3ലും മദ്രസ പഠിക്കുന്ന കുട്ടികളടുത്ത് അവരുടെ അടുത്തെങ്കിലും ഒന്ന് ചോദിക്കുക എന്താ ഇസ്ലാം എന്നുള്ളത്. മക്ക എവിടാ സ്ഥിതി ചെയ്യുന്നത്, മദീന എവിടാ സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവരും എടുത്ത് കളഞ്ഞ് ആ വിഴുപ്പിനെ എടുത്ത് അവർ തോളയിട്ടേക്കുന്ന അവർക്ക് ഉദ്ദേശം വേറെ ഉണ്ട്. പക്ഷെ അവരുദ്ദേശം ഇവിടെ നടക്കില്ല. കാരണം കേരളം, നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതൊരു ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല. കാരണം സുന്ദരമായിട്ട് അങ്ങ് ജയിച്ചോളും. അത് ഞങ്ങൾക്കും അറിയാം ജയിക്കുമെന്ന്, അത് കണ്ടതാണല്ലോ. ഇപ്പൊ ജയിച്ച കോലങ്ങളൊക്കെ കണ്ടിന്, അതിനെക്കുറിച്ച് പറയണ്ട നിങ്ങൾ. കേരളത്തിൽ പാടാന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അത് എന്തിനായി പിന്നെ പറയുന്നത്? തീവ്രവാദികളെ കാണാൻ നിങ്ങൾ ദൂരെ എങ്ങും പോകണമെന്നില്ല. അവിടെ മണിപ്പൂരിലും ഗുജറാത്തിന്റെയും ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാം ധൈര്യമായിട്ട് തീവ്രവാദികളെ. ഇപ്പൊ ഡൽഹിയിൽ നടന്ന സ്ഫോടനം, അത് കുറച്ച് ദിവസം കഴിയട്ടെ, അപ്പം കറക്റ്റായിട്ട് ആളുകളെ മനസ്സിലാവും. എന്തായാലും ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുസ്ലിങ്ങളല്ലേ പിടിക്കാൻ നോക്കൂ. അത് അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് പിടിച്ചതാണ്. അവർ എഞ്ചിനീയറാ ഡോക്ടറാന്നൊക്കെ ശരിയാ. അവരെയൊക്കെ ഒന്ന് പിടിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദ്യം ചെയ്തു പോകണം. ജനങ്ങളെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരണം. പിടിച്ച ഡോക്ടറെ എഞ്ചിനീയറെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാവും അല്ലേ? അന്യ സംസ്ഥാനത്തിനടുത്ത് ലുലു മാളിൽ കയറി നിസ്കരിച്ച ചരിത്രമൊക്കെ കേരളം കണ്ടതാ. പാടില്ലാത്തടത്ത് നിസ്കരിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, അടിയുണ്ടാക്കി, അത് പൂട്ടിക്കാൻ നോക്കി. പിന്നെ യൂസുഫ് അലി എന്ന് വെച്ചാൽ ചെറിയ മീനൊന്നും അല്ല. അതിനെ കയറി ഇങ്ങനെ ചൂണ്ടയിട്ടപ്പോൾ അത് കൊത്തുന്നില്ല, അത് ഭയങ്കര വലിയ ഒരു വൻമീനാ. അതുകൊണ്ട് അതൊക്കെ തെളിയിച്ച്. അപ്പൊ ഒന്നുമില്ലേലും ഈ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളൊന്ന് കാണും കേൾക്കുകയൊക്കെ ചെയ്യ്. വെറുതെ ഒരു രാഷ്ട്രീയ നേതാവെന്നും പറഞ്ഞിടന്ന് മനുഷ്യരെ മുമ്പ് ബടക്കായി ഈ വിവരക്കേടുകളും പറഞ്ഞിങ്ങനെ ജീവിക്കാതെ. പുതിയ വോട്ട് തന്ത്രം ആരെല്ലാം സമസ്തയുടെയും ദക്ഷിണയുടെയും ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, BJPക്ക് കിട്ടത്തില്ല. നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, ഉറപ്പാ കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും ജനാധിപത്യ ബോധമുള്ള ഹിന്ദുക്കൾ പോലും ചെയ്യില്ല, യാതൊരു സംശയമില്ല ഞങ്ങൾക്കൊന്നും.
ജനാധിപത്യ ബോധമുള്ള ഒരൊറ്റ ഹിന്ദുക്കൾ ചെയ്യില്ല. മനുഷ്യ സ്നേഹമുള്ള, മതബോധമുള്ള, മതസ്നേഹമുള്ള, മതമൈത്രിയുള്ള ഒരൊറ്റ ഹിന്ദുക്കൾ നിങ്ങൾ ചെയ്യില്ല. പിന്നെ എന്തിനാ ഈ വന്നു കിടന്ന ആവശ്യമില്ലാതെ ഈ സലഫികളെയൊക്കെ തോളെ കയറാൻ വരുന്നത്? അതിനകത്ത് കാര്യമില്ല അതിനകത്തൊന്നും. ഇത് കേട്ടെന്ന് വിചാരിച്ച് നിങ്ങളെ പിടിച്ച് ആരും അടുപ്പിക്കത്തൊന്നുമില്ല. നിങ്ങളെ വിചാരം ഇപ്പം മറ്റേ പാണക്കാട് തങ്ങന്മാരൊക്കെ നിങ്ങളെ ഇപ്പം വിളിച്ചിട്ട് സ്വീകരണമൊക്കെ തന്ന് എന്തായാലും സലഫികളൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലേ, പോരെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂട്ടുവന്ന് വെറുതെയാ സുഹൃത്തെ. അപ്പൊ വേറെ ഉണ്ട് ഇനിയിപ്പം അടുത്ത വേടന്റെ ഈ കിട്ടിയ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.